ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പുരോഗമിക്കുന്ന 3 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ വിലക്ക്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം വനഭൂമി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക്. വിലക്കിനെതിരെ പ്രതിഷേധവുമായി ജില്ലാ പഞ്ചായത്ത് അടക്കം രംഗത്തെത്തി. പാഞ്ചാലിമേട്ടിൽ ബോട്ടിങ്ങും പൂന്തോട്ടവും അടങ്ങുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 3.2 കോടി രൂപയാണ് അനുവദിച്ചത്. ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് വനം വകുപ്പ് പണിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വിനോദസഞ്ചാര പദ്ധതികൾക്കായി റവന്യൂ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പിന് നിയമപരമായി വിട്ടുകൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. ചെക്ക് ഡാം നിർമ്മിക്കുന്ന സ്ഥലം വനം വകുപ്പിന്റേതാണെന്നാണ് വാദം. നിലവിൽ DTPCയുടെ കൈവശാവകാശമുള്ള ഭൂമിയിൽ പ്രവേശിച്ച് ജണ്ട സ്ഥാപിക്കാനുള്ള വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബാബു പരാതി നൽകിയിട്ടുണ്ട്. ഈ ജില്ലയിൽ ഇവിടെ കളക്ടറുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ഇവരുമായിട്ടൊന്നും ആലോചിക്കാതെ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വന്ന് ഒരു പ്രദേശത്തെ തകർക്കാനും ടൂറിസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ പരിപാടി നഖശിഖാന്തം എതിർക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എതിരായി ഞങ്ങൾ അവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സുനിലിനെതിരായിട്ട് ഞാൻ തന്നെ ഫോറസ്റ്റ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. 2018 പ്രവേശന കവാടം, നടപ്പാത, കൽമണ്ഡപങ്ങൾ, വിശ്രമ കേന്ദ്രം, റെയിൻ ഷെൽട്ടർ, ഇരിപ്പിടങ്ങൾ, കോഫി ഷോപ്പ്, ടോയ്ലറ്റ് സൗകര്യം, സോളാർ വിളക്കുകൾ എന്നിവ ഇവിടെ നിർമ്മിച്ചിരുന്നു. പാഞ്ചാലിമേട്ടിൽ സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ കഴിഞ്ഞ വർഷം 60 ലക്ഷം രൂപ സർക്കാരിലേക്ക് വരുമാനമുണ്ടായി. രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ഭൂമിയുടെ അവകാശവുമായി വനം വകുപ്പ് രംഗത്തെത്തുന്നത്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാഞ്ചാലിക്കുളം നവീകരണം, നടപ്പാത, ചെക്ക് ഡാം, ബോട്ടിംഗ്, ലൈറ്റിംഗ്, ഇരിപ്പിടങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, വാഹന പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ ഒരുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് പാഞ്ചാലിമേട് പ്രദേശമെന്നാണ് വനം വകുപ്പിന്റെ വാദം. DTPCയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർക്ക് വനം വകുപ്പ് പരാതി നൽകിയിരുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.